ഇന്ന് വലിയ വെള്ളിയാഴ്ചയാണ്. ഇംഗ്ലീഷിൽ ദ ഗുഡ് ഫ്രൈഡേ, ദ ഗ്രേറ്റ് ഡേ, ദ ഡേ ഓഫ് ഡേയ്സ് എന്നൊക്കെ പറയാറുണ്ട്. ഇതുപോലൊരു ദിവസം വേറെ ഇല്ല, ഇനിയും ഉണ്ടാവുകയുമില്ല. കാരണം ദൈവപുത്രൻ മനുഷ്യ വർഗത്തിൻ്റെ വീണ്ടെടുപ്പിനായി കാൽവറി ക്രൂശിൽ സ്വയം അർപ്പിച്ച ദിവസമാണ്. അതിനാൽ ഈ ദിവസത്തിന് നല്ല വെള്ളിയാഴ്ച എന്ന പേരാണ് ഏറ്റവും യോജിച്ചത്. യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ചില്ലായിരുന്നുവെങ്കിൽ പാപം ചെയ്ത മനുഷ്യവർഗത്തിന് വീണ്ടെടുപ്പ് സാധ്യമല്ലായിരുന്നു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്തു കുരിശിൽ ചൊരിഞ്ഞ രക്തമാണ് കുരിശിന് പുനർജന്മം നൽകിയത്. ലോകത്തിൻ്റെ പാപത്തെ ചുവന്ന ക്രിസ്തുവിനെ കുരിശിൽ തറയ്ക്കുന്നതിന് മുമ്പ് കുരിശിന് വിശുദ്ധിയില്ലായിരുന്നു. അന്നത് ഹീനമായ മരണത്തിൻ്റെയും ഭയങ്കരമായ നിന്ദയുടെയും ചിഹ്നമായിരുന്നു. യഹൂദന്മാർ കുരിശിനെ ശപിക്കപ്പെട്ടതായി കരുതി. നിന്ദയും വെറുപ്പും ചൊരിയപ്പെട്ട ക്രൂശിലാണ് മാനവരാശിക്ക് വേണ്ടി അരിമനാഥൻ തൻ്റെ ജീവനെ സമർപ്പിച്ചു കൊടുത്തത്. കുരിശ് സംഭവം ഏതൊരു മനുഷ്യ മനസ്സിനെയും സ്വാധീനിപ്പിക്കുകയും ചലിപ്പിക്കുകയും ചെയ്യുന്ന അനുഭവമാണ്. കുരിശ് ഗാഗുൽത്തായിൽ മാത്രം ഉയർത്തപ്പെട്ട കുരിശല്ല, മറിച്ച് മാനവരാശിയുടെ ഹൃദയത്തിൽ എന്നേക്കും ഉയർന്നു നിൽക്കുന്ന കുരിശും കൂടിയാണ്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ വാക്കുകൾ സ്വർണ്ണ മൊഴികളായിരുന്നു. കുരിശിൽ കിടന്നുകൊണ്ട് രക്ഷകൻ പറഞ്ഞ മൊഴികൾ സ്നേഹത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും മൊഴികളായിരുന്നു. മുറിവേറ്റ മുറിവിൽ നിന്നും ചോരത്തുള്ളികൾ വാക്കുകളായെന്ന് മാത്രമല്ല, ആ ചോരത്തുള്ളികൾ യേശുവിൻ്റെ വാക്കുകൾക്ക് മൂർച്ചയും ശക്തിയും നൽകി. അവൻ്റെ ഓരോ വാക്കുകളും ജീവനുള്ളതും ജീവൻ നിലനിൽക്കുന്നതുമായിരുന്നു. ചുണ്ടുകളിൽ മിന്നിമറയുന്ന പുഞ്ചിരിയും കൺകളിലെ തിളക്കവും ഉള്ളിലെ സ്നേഹവും വാക്കുകളായി പുറത്തു വന്നതാണ് ക്രൂശിലെ 7 മൊഴികൾ. ഏത് മനുഷ്യജന്മത്തിൻ്റെയും സഹനങ്ങൾക്കുള്ള ഉത്തരം ഈ ക്രൂശും ഈ ക്രൂശിലെ 7 മൊഴികളുമാണ്. ഒന്നാമത്തെ മൊഴി, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ. ക്രൂശിലെ ആദ്യത്തെ മൊഴി ഒരു പ്രാർത്ഥനയാണ്. നൊമ്പരത്തിലും വേദനയിലുമായിരിക്കുമ്പോഴും പ്രാർത്ഥിപ്പാൻ സാധിക്കുക എന്നത് ഒരു അപൂർവ ഗുണമാണ്. നമ്മുടെ കഷ്ടതയെ പ്രാർത്ഥനയുടെ അവസരമാക്കി തീർക്കുക പ്രയാസകരമാണ്. എന്നാൽ അതിനെ നേരിടാൻ ഇത് മാത്രമാണ് പോംവഴി എന്നാണ് യേശു നമുക്ക് കാട്ടിത്തരുന്നത്. ക്രിസ്തുവിൻ്റെ കുരിശിൽ കിടന്നുള്ള പ്രാർത്ഥന സ്വന്തം കാര്യത്തിനായുള്ള ഒരു പ്രാർത്ഥനയല്ല, മറ്റുള്ളവർക്ക്, പ്രത്യേകിച്ച് വേദന തൻ്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. തൻ്റെ ജീവിതത്തിലും ശുശ്രൂഷയിലും ഉടനീളം സ്നേഹത്തിൻ്റെ ആഴം യേശു നമുക്ക് കാട്ടിത്തരുന്നു. ക്രൂശിൽ കിടന്നുകൊണ്ട് പടയാളികൾക്ക് വേണ്ടി ഉയർത്തിയ ഈ പ്രാർത്ഥനയിൽ തൻ്റെ സ്നേഹത്തിൻ്റെ ആഴം ക്രിസ്തു വെളിപ്പെടുത്തിയിരുന്നു. പീഡിപ്പിക്കപ്പെടുന്നവർ സ്വന്തം നില ന്യായീകരിക്കാൻ ശ്രമിക്കും. എന്നാൽ പീഡിപ്പിച്ചവരെ ന്യായീകരിക്കുകയാണ് യേശു ചെയ്തത്. എന്താണ് ചെയ്തതെന്ന് അവർ അറിയുന്നില്ല. അവർക്ക് വേണ്ടി യേശുനാഥൻ പ്രാർത്ഥിക്കുന്നു. ശത്രുക്കൾക്ക് വേണ്ടിയാണ് യേശു പ്രാർത്ഥിച്ചത്. ശത്രുക്കളെ സ്നേഹിപ്പിൻ എന്ന് ഉപദേശിച്ച യേശു അത് പ്രായോഗികമാക്കുകയും ചെയ്തു. 25 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീ ഭാരത മണ്ണിൽ നിന്നുകൊണ്ട് ലോക ജനതയോട് ഇപ്രകാരം പറഞ്ഞു: ഞാനാകെ തളർന്നുപോയി, എന്നാലും എനിക്കാരോടും പരിഭവമില്ല. എന്തുകൊണ്ടെന്നാൽ ക്രിസ്തുനാഥൻ ക്ഷമിക്കാനാണ് പഠിപ്പിച്ചത്. വീടിൻ്റെ വരാന്തയിൽ നിരത്തിയിട്ടിരിക്കുന്ന 3 കരിക്കട്ടകൾ നിറഞ്ഞ ശവപ്പെട്ടികൾ, അതിനെ നോക്കി ഒന്ന് ഉറക്കെ പൊട്ടിക്കരയാൻ പോലും കഴിയാതെ നിൽക്കുന്ന ഗ്ലാഡിസ്, തൊട്ടരികെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നിൽക്കുന്ന തൻ്റെ മകൾ എസ്തേർ, 34 വർഷം നാട്ടുകാരുടെ എല്ലാമായിരുന്ന തൻ്റെ ഭർത്താവ് ഗ്രഹാം സ്റ്റീൻസിൻ്റെയും 2 മക്കളുടെയും ജീവിതം നാട്ടുകാരെടുത്തപ്പോഴും ഗ്ലാഡിസിൻ്റെ ആദരത്തിൽ നിന്നും പൊഴിഞ്ഞു വീണത് ഒന്ന് മാത്രം:
എനിക്കാരോടും പരവുമില്ല. ക്രിസ്തുനാഥൻ എന്നെ പഠിപ്പിച്ചത് ക്ഷമിക്കുവാനാണ്. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാൽ ഇവരോട് ക്ഷമിക്കണമേ. കുരിശിലെ മൊഴി നമ്മുടെ അകലങ്ങളെ ഇല്ലാതാക്കുവാൻ, മുറിവിൻ്റെ തുന്നൽക്കാരാക്കുവാൻ, വിരോധത്തിനും വിദ്വേഷത്തിനും വിരാമമിടാൻ, മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കുവാൻ, ക്ഷമിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനായിട്ട് നമുക്കൊരുങ്ങാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ.